ഹായ്, ഞാൻ അരുൺ. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ അൺഇൻസ്റ്റാളേഷൻ പ്രൈമവേറ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പഠിച്ചത്. നമ്മൾ എന്തിന് അതറിയണം? പ്രൈമവേറ അൺഇൻസ്റ്റാളേഷനും റീഇൻസ്റ്റാളേഷനും എന്തിനാണ് അറിയേണ്ടത് എന്നാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. പ്രൈമവേറയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഡേറ്റാബേസ് എറർ. അത് പല കാരണങ്ങളുണ്ടാവാം. പ്രൈമവേറയിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഡേറ്റാബേസിലാണ്. ഇപ്പം നോർമലായിട്ടൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇപ്പോൾ എക്സൽ പോലത്തെ വേർഡ് അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അതിനൊരു ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡേറ്റ അതിനുള്ളിൽ തന്നെ കിടക്കുന്നത്. പ്രൈമവേറയുടെ കേസിൽ 2 സെക്ഷനാണ്. പ്രൈമവേറിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗവും അതിൻ്റെ ബാക്ക് എൻഡും, ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡെന്നും പറയും. അപ്പോൾ അതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ആണ്. അതിലാണ് പോയി ഡേറ്റാസ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമവേറിൽ എന്ത് എൻ്റർ ചെയ്താലും ഡേറ്റ സ്റ്റോർ ആവുന്നത് ഡേറ്റാബേസിലാണ്. ആ ഡേറ്റാബേസിൽ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൈമവേറ ഓപ്പൺ ആകുമ്പോൾ ഡേറ്റാബേസ് എറർ കാണിക്കും. അത് ചില കേസിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, ചില കേസിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈമവേറ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഡേറ്റാസ് ഫുള്ള് പോകും. അതിനാണ് ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൈമവേറിൽ എന്ത് വർക്ക് ചെയ്താലും ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ നമ്മുടെ പ്രൊജക്ട്സ് സെപ്പറേറ്റ് സേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇങ്ങനെ ഇഷ്യൂസ് പറ്റിയാലും നമുക്ക് വീണ്ടും അതൊക്കെ എടുക്കാം. ഇത് ഫ്രീ വേർഷൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം ലൈസൻസ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റാബേസ് അങ്ങനെ വരാറില്ല. വന്നാലും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒറക്കിളിൻ്റെ കസ്റ്റമർ കെയറിൽ നമുക്ക് സപ്പോർട്ട് കിട്ടും. സോ ഒരു റീസൺ അതാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത്. ഡേറ്റാബേസ് എററോ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് കളഞ്ഞിട്ട് വീണ്ടും ഉടനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അൺഇൻസ്റ്റാളേഷനും പിന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നറിഞ്ഞിരിക്കുക. പിന്നെയുള്ള കേസുകൾ ഇപ്പോൾ വിൻഡോസ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് OS ആയാലും, മാക് ആയാലും വിൻഡോസ് ആയാലും പുതിയ വേർഷൻസ് വരുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, മാക്കിനകത്ത് P6 സപ്പോർട്ട് ചെയ്യില്ല. മാക്കിനകത്താണ് ചെയ്യുന്നതെങ്കിൽ അതിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്താണ് P6 ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ വിൻഡോസ് പുതിയ വേർഷൻ വരുന്ന ടൈമിൽ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക. ഇല്ല വിൻഡോസിൽ അത് വൈറസ് കയറി നമ്മൾ മൊത്തം റീഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അങ്ങനെയൊക്കെയുള്ള കേസിൽ നമ്മൾ സോഫ്റ്റ്വെയർ കളഞ്ഞിട്ട് വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിലും നമുക്ക് ഈ അൺഇൻസ്റ്റാളേഷൻ റീഇൻസ്റ്റാളേഷൻ ആ ഒരു പ്രോസസ്സ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വിൻഡോസിനകത്ത് പുതിയ വേർഷൻ വരുന്നതിനനുസരിച്ചിട്ട് മേ ബി അൺഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡ്സ് മാറാം. ഇപ്പം നിലവിലൊക്കെ എല്ലാം സെയിം ആണ്. കൺട്രോൾ പാനലിൽ പോവുക, പ്രോഗ്രാംസ് കിടക്കുന്നിടത്ത് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ്. ലേറ്റസ്റ്റ് വിൻഡോസ് അനുസരിച്ചിട്ട് മേ ബി അതിൻ്റെ പ്രോസസ്സ് മാറാം. സോ അത് ഞാൻ എൻ്റെ വീഡിയോസിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ പ്രൈമവേറ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ഡേറ്റാബേസ് എറർ വരുന്ന ടൈമിൽ, പ്രൈമവേറ സോഫ്റ്റ്വെയർ എന്തെങ്കിലും എറർ വരുന്ന ടൈമിൽ, സിസ്റ്റം മൊത്തത്തിൽ വൈറസ് കയറി നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, പുതിയ വിൻഡോസ് വേർഷൻ വരുന്ന ടൈമിൽ, നമ്മൾ പുതിയ OS അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ. ഓക്കെ, അതേപോലെ പ്രൈമവേറ മാത്രമല്ല, ഏതൊരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ആയാലും എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് ഫാസ്റ്റ് ആവും, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.